ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ഇഞ്ചി കറിയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 150 ഗ്രാം ഇഞ്ചി, അത് ഓരോരുത്തർ ഇഷ്ടാനുസരണം ഇഞ്ചി എടുക്കാട്ടോ. ഞാൻ 150 ഗ്രാം ഇഞ്ചി എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്യുകയോ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം കഴുകി നല്ല വെള്ളത്തിൽ കഴുകുണ്ടാകും. കഴുകി ഇതിൻ്റെ ഒരു കട്ടെന്ന് പറയും, ഊറി വരും. ഇഞ്ചിക്കൊരു കുത്തുണ്ട്, അത് കളയാൻ വേണ്ടിയാണ്. അത് നമുക്കിത് മാറ്റി വെക്കണം. അത് ഞാൻ കാണിച്ചു തരാം. നമുക്കിത് കഴുകിയിട്ട് വരാം. ഇഞ്ചി 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വെക്കണം. വെള്ളം കളയരുത് കേട്ടോ. വെള്ളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇഞ്ചി പിഴിഞ്ഞ വെള്ളം ഇട്ടത് നല്ലോണം. ഇത് ഞാൻ കുറച്ച് നേരം കാണിച്ചു തരാം. ശരിക്കും ഊറി അതിൻ്റെ അടിയിൽ അത് വരും, അതിൻ്റെ കാരം. അത് ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കും. ഇനി നമുക്കിത് ഈ ഇഞ്ചി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി നമുക്കിത് അല്പം വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും ഇഞ്ചി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി ഇഞ്ചിയും തേങ്ങയോട് ശരിക്കും ഗോൾഡൻ കളറായി വരണം. പക്ഷെ ഞാൻ ഉള്ളിക്കറിക്ക് ഓൾറെഡി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും കൂടിയാണ് ഞാൻ തേങ്ങ വറുത്തത്. അതുകൊണ്ടാണ് ഞാൻ ആ തേങ്ങ ഇടാത്തത്. നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇഞ്ചിക്കറി സെപ്പറേറ്റ് ഉണ്ടാക്കണവർ ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ തേങ്ങയും കൂടി ഇട്ട് നമ്മൾ വറുത്ത് അത് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ശരിക്കും ഫ്രൈ ആയി കഴിയുമ്പോൾ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ചൂടാറി ഇത് നമ്മൾ ശരിക്കും ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറിക്കയും അരച്ചെടുക്കാം. തേങ്ങയും കൂടി അരച്ച് വെച്ചതാണ് ഇത്. ഇഞ്ചി വറുത്ത അതേ പാനിൽ തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിനി കറിവേപ്പില ഇടാം. അരച്ച് വെച്ച തേങ്ങയുടെ ഇഞ്ചിയുടെ അരപ്പിടാം. നേരത്തെ ഇഞ്ചി കഴുകി വെച്ച വെള്ളം, ഇഞ്ചിയുടെ നീരെന്ന് പറയാം. ഈ സമയത്തൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ഒഴിച്ചു കൊടുക്കും. ആവശ്യാനുസരണം വാളംപുളി, ഉപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഞ്ചിയുടെ അടിയിൽ ഇഞ്ചിയുടെ കാരം കണ്ടോ, ആ വെള്ളം കരിപ്പിൻ്റെ അടിയിൽ കാരം. ഈ കുത്ത് ചിലർക്ക് പിടിക്കില്ല. അതാണ് ഇഞ്ചി 2-3 പ്രാവശ്യം കഴുകാൻ പറഞ്ഞത്. ഈ കാരം വയറുവേദനക്കൊക്കെ നല്ലതാണിത്. ഇത് നമുക്കിത് ഉപയോഗിക്കില്ല കേട്ടോ, ഞാൻ കളയണത്. ശരിക്കും ഇനി കുറുകി വരട്ടെട്ടാ. എല്ലാം കൂടി പിടിച്ച് പുളിയും ഇത് ഉപ്പും എല്ലാം കൂടി. ഞാനിപ്പോൾ അല്പം മധുരം ഇടോട്ടെ ഇതിന്. അതൊരിത്തിരി ഇഷ്ടമാണ്. പഞ്ചസാരയോ ശർക്കര, ഞാൻ ശർക്കര ഇടും അല്പം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ എല്ലാവരും കൂടി ഇത് നല്ലോണം മിക്സായി ശരിക്കും വറ്റി വരണം. ഇഞ്ചിക്കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്, നെയ്തെണിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞു, ഇഞ്ചിയുടെ കൂടെയും ഇഞ്ചിയുടെ കൂടെ വറുത്തപ്പോൾ പൊടികൾ കാണിച്ചിട്ടില്ല. ഞാൻ തേങ്ങയുടെ കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. അത് പ്രത്യേകം ഞാൻ പറയുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.